ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ മുട്ടക്കറിയുടേതാണ്. സാധാരണ നമ്മൾ വെക്കുന്ന മുട്ടക്കറിയേക്കാളും ഇരട്ടി രുചിയാണ് ഈ ഒരു കറിക്ക്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും ലഞ്ചിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പകുതി സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൗഡർ, 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ണിയപ്പ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായി വരുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അത് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് 3 മുട്ട വെച്ചാണ് ചെയ്തിരിക്കുന്നത്. 12ഓളം പീസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് ഒരു വശം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി വരും. 2 മിനിറ്റോളം അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വശവും കുക്കായി കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി ആ ഒരു സെയിം പാൻ തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വഴറ്റിയ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കറുകപ്പട്ട, ക്ലോവ്സ്, പിന്നെന്താ ഏലക്ക, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ, വെള്ളം വറ്റി വരുന്നത് വരെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കാഷ്യൂനട്ടിന് പകരം തേങ്ങ അരച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കസൂർമെത്തി ലീവ്സും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 തക്കാളി സ്ലൈസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.